മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനുവും അലീനയും തമ്മിൽ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. ഹലോ മനുവേട്ടാ. പക്ഷേ മനു വല്ലവത്ത വെപ്രാളത്തിലായിരിക്കും. അലീനെ, നീ എന്തായി കാണിച്ചത്? കടപ്പാട്ടൂരിൽ നിന്നും ഇറങ്ങിയോ? എന്നോടതൊന്നും പറയാമായിരുന്നില്ലേ നിനക്ക്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അയ്യോ മനുവേട്ടാ, അതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നം? അലീന വളരെ കൂളായി ചോദിച്ചു. എന്താ പ്രശ്നമെന്നോ? നീ മാത്രമല്ലല്ലോ, കുട്ടിപ്പട്ടാളങ്ങളും അവിടെ ഇല്ലല്ലോ. എല്ലാവരും കൂടെ ഇപ്പൊ പാലാറിവട്ടത്താണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. വൈജയന്തി മാഡം ഇതറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? മാഡം ഇതറിഞ്ഞോ? മനുവിന്റെ സ്വരത്തിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. അലീനയുടെ മുഖത്ത് ഒരു ചെറു ചിരി വിടർന്നു. ഇല്ല മനുവേട്ട, വൈജയന്തി മാഡം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ മനുവേട്ടനോട് പറയാതിരുന്നത് അതെന്റെ തെറ്റാ. ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ ആ ഒരു വെപ്ലാളത്തിലും സന്തോഷത്തിലും ഞാൻ എന്തെങ്കിലും മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അല്ല അലീനെ, നീ ഒരുപാട് മാറിപ്പോയി. എനിക്കിപ്പോ അവിടെ വലിയ സ്ഥാനമൊന്നുമില്ലല്ലോ. മനുവിന്റെ വാക്കുകളിൽ നേരിയൊരു പരിഭവമുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയില്ലേ മനുവേട്ട, സത്യത്തിൽ ഞാൻ മറന്നുപോയതാ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛനോട് ചോദിച്ചിട്ടാ. അച്ഛന്റെ പെർമിഷൻ വാങ്ങിയിട്ടാ വന്നത്. അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ മനുവേട്ടനോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ കരുതി. വൈജയന്തി മാഡം അറിഞ്ഞ വെറുതെ പ്രശ്നമാവില്ലേ എന്ന് വിചാരിച്ചതുമാണ്. അതൊക്കെ ശരിയാ, ഞാൻ അറിഞ്ഞു എന്ന് വെച്ച് അത് വൈജയന്തി മാഡത്തോട് പറയാനൊന്നും പോകുന്നില്ല. എന്നാലും എന്നോട് പറയാമായിരുന്നു. മനു ഒന്ന് നിർത്തി. എന്നിട്ട് ചോദിച്ചു, എല്ലാവരും അവിടെ എന്തെടുക്കുക? ഉറങ്ങാൻ സമയമായില്ലേ? അതോ അവിടെ ചെന്നിട്ടും ജോലിയുടെ തിരക്ക് തന്നെയാണോ നിനക്ക്? അലീന ചിരിച്ചുപോയി. എന്ത് ജോലി മനുവേട്ടാ? ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുക. രാവിലെ തൊട്ട് ചുറ്റിക്കറങ്ങലും പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ കൊല്ലത്തേക്ക് പോയിരുന്നു. കൊല്ലത്തോ? എന്തിനാ? ചിന്നുമോളെ കാണാനേ. അവളെ കണ്ട് ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ അവിടെ വെച്ച് ഞാൻ അച്ഛനെയും കണ്ടിരുന്നു. അങ്കിളോ? അങ്കിൾ കൊല്ലത്ത് എന്ത് ചെയ്യുക? മനു അത്ഭുതത്തോട് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല മനുവേട്ട, എന്തോ ആവശ്യത്തിന് വന്നതാണെന്നാ പറഞ്ഞത്. എവിടേക്കോ പോവാണെന്നും പറഞ്ഞ് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്തായാലും അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്ന കാര്യം പറഞ്ഞു. അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. കൊള്ളാം, നമ്മളോടൊന്നും ഇപ്പോൾ ആരും ഒന്നും പറയില്ലല്ലോ. മനു വീണ്ടും പരിഭവിച്ചു. എന്നാ തിരിച്ചു വരുന്നത്? നാളെയോ മറ്റന്നാളോ വരും. ഇവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്. അതിന് ഞാനും കൂടി വന്നിരുന്നുവെങ്കിൽ നമുക്കൊരു ഡ്രൈവറെങ്കിലും ആവാമായിരുന്നില്ലേ? മനുവിന്റെ ചോദ്യത്തിൽ അവളോടുള്ള ഇഷ്ടം ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനുവേട്ട, അലീന അഭിമാനത്തോടെ പറഞ്ഞു. ഞങ്ങൾക്കിവിടെ ഡ്രൈവറായിട്ട് രോഹിത് ഉണ്ട്. വണ്ടി ഓടിച്ചതും അവൻ തന്നെയാ. ഓഹോ, കൊള്ളാലോ പിള്ളേരെ. എല്ലാവരും സ്വയം പര്യാപ്തമായല്ലോ. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ. പിന്നല്ലാതെ പുറകെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ആരുമില്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. എല്ലാവരും ചെയ്യാൻ പഠിക്കും മനുവേട്ട. ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെ ഇപ്പൊ അങ്ങനെയാ. നേരത്തെ അവർക്കൊരു സപ്പോർട്ടിന് വൈജയന്തി മാഡം ഉണ്ടായിരുന്നു. ഇപ്പം അതല്ലല്ലോ. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. ഒരു നിമിഷം ഫോണിൽ നിശബ്ദത പറഞ്ഞു. അലീനയുടെ വാക്കുകളിലെ ആഴം മനുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ശരി മനുവേട്ട, ഞാൻ ഫോണ് വെക്കുക, കുറച്ച് പണിയുണ്ട്. അലീന ഫോണ് കട്ട് ചെയ്തു. ഇതേ സമയത്തിന് മാമച്ചാനും ഗ്രേസിയാമ്മയും ഇങ്ങനെ സോഫയിലിരിക്കുകയാണ്. അവർക്ക് മുന്നിലായി രേവതിക്കുട്ടി തറയിൽ ചമ്രമടിഞ്ഞിരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ഫോണുണ്ട്. അല്ല ഗ്രേസി ആൻറ്റി, നോക്ക് നമ്മുടെ ചിന്നുമോൾ എത്ര വലുതായി എന്ന്. രേവതിക്കുട്ടി ഫോണിലെ ഫോട്ടോസ് ഓരോന്നോരോന്നായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. മാമച്ചാൻ കണ്ണടന്ന് നേരെ വെച്ച് ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്റെ കർത്താവേ, ഇവളങ്ങ് വളർന്നു പോയല്ലോ. നല്ല മിടുക്കത്തി പെൺകൊച്ചാ ഇവള്. ഗ്രേസി ആൻറ്റിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ ഫോട്ടോയിൽ ചിരിക്കുന്ന മുഖം അവളുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടം നിറച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി കണ്ടതിനേക്കാൾ എത്രയോ വലുതായി എൻ്റെ കുട്ടി. അവൾ സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടച്ചു. അപ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് വന്നത്. എന്താ എല്ലാവരും കൂടി ഒരു ചർച്ച? ഫോണിൽ എന്ത് നോക്കുക? അത് നമ്മുടെ ചിന്നുമോളുടെ ഫോട്ടോയാണ് അലീനെ. രേവതിക്കുട്ടി കാണിച്ചു തരുക. മാമച്ചായൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഗ്രേസി ആൻറ്റി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ പറഞ്ഞു. ചിന്നുമോൾ ആരോ ദത്തെടുക്കാൻ വരുന്നുണ്ടെന്നോ മറ്റോ പറഞ്ഞില്ലേ? രേവതിക്കുട്ടി പറഞ്ഞല്ലോ, അതെന്താ സംഭവം? അലീന സോഫയുടെ ഒരറ്റത്ത് വന്നിരുന്നു. ദത്തെടുക്കാനൊന്നുമല്ല ഗ്രേസി ആൻറ്റി, സ്പോൺസർഷിപ്പ് എന്നാ അതിന് പറയാ. അവളുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ഒരാൾ തയ്യാറായി വന്നിട്ടുണ്ട്. അല്ലാതെ ദത്തെടുത്ത് കൊണ്ടുപോകുന്നൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് അവളെ കാണാം, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോവാം. അങ്ങനെയാ. എന്നിട്ട് നീ എന്താ അവരോട് പറഞ്ഞത്? നീ സമ്മതിച്ചു കൊടുത്തോ? കുഞ്ഞിന് നല്ലൊരു ഭാവി കിട്ടുന്നതിൽ അത് നല്ല കാര്യമല്ലേ? ഗ്രേസി ആൻറ്റി ചോദിച്ചു. ഞാൻ സമ്മതിച്ചതൊന്നുമില്ല ആൻറ്റി. എന്തായാലും നമ്മളോട് ചോദിച്ചിട്ടേ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സിസ്റ്ററോട് ഞാൻ സംസാരിച്ചു. കഴക്കൂട്ടത്തെ അനാഥാലയത്തിലാണല്ലോ അവരുള്ളത്. അവിടുത്തെ സിസ്റ്ററുമായി ബന്ധപ്പെട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ കർക്കശമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ അത് സമ്മതിക്കുകയും ചെയ്തു. മാമച്ചായൻ പെട്ടെന്ന് തന്നെ ആവേശത്തോട് ചോദിച്ചു. എങ്കിൽ പിന്നെ ആ സ്പോൺസർഷിപ്പ് നമുക്കങ്ങ് ഏറ്റെടുത്താലോ അലീനെ? നമുക്ക് നോക്കാമല്ലോ അവളുടെ കാര്യങ്ങളൊക്കെ. അലീനെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മാമച്ചായ. സ്പോൺസർഷിപ്പ് ആയാലും ദത്തെടുക്കലായാലും അതിന് വലിയ നിയമവശങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം അവൾക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാടധികം പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതിനിപ്പോൾ എന്താ, നമുക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോ? ഗ്രേസി ആൻറ്റി വീണ്ടും ചോദിച്ചു.
അവളുടെ ശബ്ദത്തിൽ ആ കുഞ്ഞിനോടുള്ള വല്ലാത്തൊരു വാത്സല്യമുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പെട്ടെന്ന് കൊണ്ടുവരാനൊന്നും പറ്റില്ല ആൻറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഏതായാലും നമ്മളൊക്കെ ഇവിടെയുണ്ടല്ലോ. അവളെ ആരും അത്ര പെട്ടെന്നൊന്നും കൊണ്ടുപോവില്ല. പിന്നെ അവൾക്കും നമ്മളെ വിട്ടുപോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് എന്ത് സന്തോഷമായെന്നറിയോ. കുറച്ചു നാൾ മാറി നിന്നിട്ടും അവൾ നമ്മളെയൊന്നും മറന്നിട്ടില്ല. എപ്പോഴും നമ്മളെക്കുറിച്ച് സംസാരം മുഴുവൻ. അലീനയുടെ വാക്ക് കേട്ടപ്പോൾ ഗ്രേസി ആൻറ്റിയുടെ മുഖത്ത് വീണ്ടും സങ്കടം നിറഞ്ഞു. അവൾ പതിയെ രേവതിക്കുട്ടിയോട് പറഞ്ഞു, സമയം ഒരുപാടായി, നീ പോയിട്ട് കിടന്നുറങ്ങാൻ നോക്കു കൊച്ചേ. രേവതിക്കുട്ടി ഉടനെ തന്നെ അലീനയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഇന്ന് എനിക്ക് എൻ്റെ അലീന ചേച്ചിയുടെ കൂടെ കിടക്കണം. എത്ര നാളായി ചേച്ചി നമ്മളൊന്നിച്ച് കെട്ടിപ്പിടിച്ചതൊന്ന് കിടന്നുറങ്ങിയിട്ട്. വാ പോവാം. അങ്ങനെ അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് പോയി. ഹാളിൽ മാമച്ചായനും ഗ്രേസിയമ്മയും തനിച്ചായി. പാവം പിള്ളേര്. മാമച്ചായൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. എന്തു ചെയ്യാനാ ഗ്രേസി, ഓരോ അച്ഛനമ്മമാർക്കും ഉപേക്ഷിച്ചു പോകുന്ന കുട്ടികളല്ലേ ഇതൊക്കെ. ഇപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമാ കൂട്ട്. ഗ്രേസി ആൻറ്റി കണ്ണിനെ തുറച്ചുകൊണ്ട് പറഞ്ഞു, ആ ചിന്നുമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് നെഞ്ചു പിടയുന്നത്. ഏതോ ഒരു പെണ്ണിനെ പറ്റിയ അബദ്ധത്തിൽ ബാക്കി പത്രമായിരിക്കാം ആ കുഞ്ഞ്. നോക്കാൻ ഗതിയില്ലാത്തത് കൊണ്ടാണല്ലോ അതോ നാണക്കേട് കൊണ്ടായെന്നൊന്നും നമുക്കറിയില്ലല്ലോ മാമച്ചായ. എല്ലാം ഓരോരുത്തരുടെ വിധി. അല്ലാതെ എന്തു പറയാനാ. മാമച്ചായൻ ഒന്നും മിണ്ടിയില്ല. ആ രാത്രിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ തന്നെ അവശേഷിച്ചിരുന്നു. ഇതേ സമയത്തിന് ശിവശങ്കര മേനോന്റെ വലിയ വീട്ടിൽ അന്ന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായ ഒരു പുകച്ചിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ലിവിംഗ് റൂമിലെ വലിയ സോഫയിൽ വൈജയന്തി മാഡത്തിന്റെ കാല് കയറ്റിവെച്ച് ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണിൽ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് കമലമ്മയും ശിവശങ്കര മേനോനും നിൽക്കുന്നുണ്ട്. മനു കുറച്ചലകലെ ഭയത്തോടെ ഇതൊക്കെ കേട്ട് നിൽക്കണേ. അല്ല മനു, നീ അവളുടെ പുറകെ കുറെയല്ലേ നടന്നത്? അവളുടെ രക്ഷകർത്താവാക്കെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗമയിലാണ്ടോ നടന്നത്. എന്നിട്ടിപ്പോൾ എന്തു പറ്റി? അവൾ പോയ കാര്യം നിന്നോട് പറഞ്ഞോ? വൈജയന്തിയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു നിന്നു. മനു പതുക്കെ തലയുയർത്തി. അതിപ്പോൾ എന്നോട് പറയേണ്ട കാര്യമെന്നാ വൈജയന്തി? അവളിപ്പോൾ താമസിക്കുന്നത് കടപ്പാട്ടൂരാണ്, ബാലചന്ദ്രമേനോന്റെ വീട്ടിൽ. അപ്പോൾ അവൾ ബാലചന്ദ്രൻ്റെ അങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയത്? അതുപോലെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഓ, നാണമില്ലോടാ നിനക്കിങ്ങനെ? വൈജയന്തി ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അവളെ വലിയ കാര്യത്തിൽ പൊക്കി വെച്ചുകൊണ്ട് നടന്നിട്ട് നടക്കുമല്ലേ നീയെ? വലിയ ഗാർഡിയനാണ് എന്നൊക്കെ പറഞ്ഞ് നീ തന്നെയല്ലേ അവളെ കൂട്ടിക്കൊണ്ടുപോയതൊക്കെ. എന്നിട്ട് അതിൻ്റെ വല്ല നന്ദിയും അവൾക്ക് നിന്നോടുണ്ടോടാ? ഒരു വാക്ക് നിന്നോട് അവൾ ചോദിച്ചോ? എൻ്റെ പൊന്നു വൈജയന്തി, ആൻറ്റിക്ക് ഇപ്പം എന്താ വേണ്ടത്? മനുവിന് ദേഷ്യം വന്നു തുടങ്ങി. അവൾ എന്നോട് പറയാതെ പോയി എന്നുള്ളത് ശരിയാ. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവളോട് പോയി വഴക്കുണ്ടാക്കണോ അതോ പിണങ്ങി നടക്കണോ? ഇതൊക്കെ ആൻറ്റിയുടെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ ചീപ്പ് പരിപാടിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എടാ, നീ എന്താടാ പറഞ്ഞത്? കമല മുന്നോട്ട് വന്നു. എൻ്റെ മേലേക്ക് കയറാൻ നീ ആരാടാ? അതെ അമ്മേ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. വൈജയന്തി ഇവിടെ ഇരുന്ന് പരദൂഷണവും നുണയൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് ദേഷ്യമാണ്. അവൾക്ക് പോകാൻ തോന്നി, അവൾ പോയി. അതിനിപ്പോൾ പെർമിഷൻ ചോദിക്കുന്നവരോട് അവൾ ചോദിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വൈജയന്തിയോട് ചോദിക്കാത്തതിൻ്റെ വിഷമമാണോ ഇവിടെ? മനു ഒട്ടും വിട്ടുകൊടുത്തില്ല. എൻ്റെ പട്ടി ചോദിക്കും അവളോട്. വൈജയന്തി അലറി. അവൾക്ക് പെർമിഷൻ കൊടുക്കാൻ ഞാനാരാ? അവളോട് ഞാൻ ചോദിക്കേണ്ട കാര്യവുമില്ല, അവൾ എന്നോട് പറയേണ്ട കാര്യമില്ല. ഈ ബഹളത്തിനിടയിലേക്കാണ് നിരഞ്ജൻ അങ്ങോട്ടേക്ക് ഓടി വന്നത്. അവളുടെ മുഖത്ത് വല്ലാത്ത ഭാവമായിരുന്നു. അവൾക്ക് കിട്ടിയ വിവരം എത്രത്തോളം സ്ഫോടനാത്മകമാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്തായി അലീന ചേച്ചിയുടെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്? നിരഞ്ജന് ചോദിച്ചു. ബാലചന്ദ്രൻ അങ്കിളുടെ മകളാണോ ഈ അലീന ചേച്ചി? ആ വലിയ ഹാളിൽ പെട്ടെന്നൊരു ശ്മശാനമൂകത പരന്നു. വൈജയന്തിയും കമലയും ശിവശങ്കർ മേനോനും ഒരു നിമിഷം ശ്വാസമടക്കി നിരഞ്ജനെ നോക്കി. നീ എന്താണ് ഈ പറയുന്നത്? കമലയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അതെ, അലീന ചേച്ചി ബാലചന്ദ്രൻ അങ്കിളുടെ മകളല്ല, അങ്കിളുടെ സ്വന്തം മകളുമല്ല, ചേട്ടന്റെ മകളുമല്ല. അങ്ങനെ ഒരു ബന്ധവും അവർ തമ്മിലില്ല. നിരഞ്ജന തറപ്പിച്ചു പറഞ്ഞു. ഇത് നിന്നോടാരാടി പറഞ്ഞത്? വൈജയന്തിയുടെ കണ്ണുകൾ ഇടുങ്ങി. ഇത് എന്നോട് ഭവതേച്ചിയും കൃഷ്ണമോളും രോഹിതൊക്കെ പറഞ്ഞതാ. അവരോട് സാക്ഷാൽ അലീന ചേച്ചി തന്നെ നേരിട്ട് പറഞ്ഞതായി സത്യം. അലീന ചേച്ചി മാത്രമല്ല, ബാലചന്ദ്രൻ അങ്കിളും സമ്മതിച്ചു അവൾ മകളല്ല എന്ന്. പുറത്തുള്ളവരുടെ വായടപ്പിക്കാൻ വേണ്ടി വെറുതെ അങ്കിളുടെ മകളാണെന്ന് പറഞ്ഞു പരത്തിയതാ. വൈജയന്തിയുടെ മുഖത്ത് ഒരു വിജയത്തിന്റെ ക്രൂരമായ ചിരി വിടർന്നു. അവൾ ശിവശങ്കര മേനോന്റെ നേർക്കങ്ങ് തിരിഞ്ഞു. കേട്ടില്ലേ ശിവേട്ടാ, ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ ഇപ്പൊ സത്യമായില്ലേ? അലീന ബാലചന്ദ്രന്റെ മകളല്ല, പിന്നെ എന്തിനാ അവളെ ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്? പറ ശിവേട്ടാ, ഇതിനൊരു ഉത്തരം താ. ശിവശങ്കര മേനോനെ എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി. ഇന്ന് രാവിലെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രശ്നമായിരുന്നല്ലോ. ബാലചന്ദ്രൻ വലിയ സത്യസന്ധനാണെന്നും പുണ്യാളനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവനെ ന്യായീകരിച്ചു. അവനെ ചില്ലുകൂട്ടിൽ കയറ്റി വെക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തായി? വൈജയന്തിയുടെ ശബ്ദം വീണ്ടും ഉണർന്നു. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തി വീട്ടിലേക്ക് കയറ്റി വെച്ചിട്ട് അവൾ അവിടെ പൊറുപ്പിക്കുന്നു. ഇതിന് പറയുന്ന പേരെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഇതിനെ അവിഹിതമില്ലെന്നല്ലാതെ വേറെന്ത് പറയാനാ? ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കണ്ടപ്പോൾ അവൻ എല്ലാം അങ്ങ് മറന്നു. ഇനിയിപ്പോൾ വൈജയന്തി അവൻ ആവശ്യമില്ല. വൈജയ്, നിർത്തടി നിന്റെ ഈ വർത്താനം. ശിവശങ്കര മേനോൻ അലറി.
എന്തിനാ ശിവേട്ട അവളോട് ചൂടാവുന്നത്? കമല ഇടപെട്ടു. ബാലചന്ദ്രന്റെ മകളല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിർത്തുന്നത്? എന്തോ ഡിങ് ഡോൾഫി ഉണ്ടെന്ന് വൈജയന്തി പറഞ്ഞത് സത്യമല്ലേ? കമലെ, നീ ഒന്നും മിണ്ടാതിരിക്കോ? ശിവശങ്കര മേനോൻ കമലമ്മയുടെ നേർക്ക് തിരിഞ്ഞു. എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കോളും. അവൾക്ക് ദേഷ്യം വരുമ്പോൾ അവൾ ഓരോന്നങ്ങ് പറഞ്ഞു. നീ ഇങ്ങനെ കൂട്ടി നിൽക്കുന്നത്? ഞാൻ എരുതിയിൽ എണ്ണ ഒഴിച്ചതാണോ ശിവേട്ട? കമല വിട്ടുകൊടുത്തില്ല. നിങ്ങൾ നാഴികക്ക് 40 വട്ടം അവൻ എങ്ങനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ അവൻ പാവമാണെന്നൊക്കെ. എങ്കിൽ പറയൂ, അവൻ എന്തിനാ അവളെ ആ അലീനെ അവിടെ നിർത്തുന്നത്? അവളെങ്ങാനും അവനെ ദത്തെടുത്തതാണോ? വൈജയ്, നീ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ശിവശങ്കര മേനോൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആരുടെ മകളാണ്, ആരുമായിട്ടാ ബന്ധമെന്നൊന്നും എന്നെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. നിനക്ക് കടപ്പാട്ടൂരിൽ പോയി താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ താമസിക്കണ്ട. ബാലചന്ദ്രനുമായിട്ട് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. അല്ലാതെ ഇവിടെ നിന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞ എന്റെ തനി നിറ നീ അങ്ങ് കാണും. മര്യാദക്ക് അകത്തേക്ക് പോയി കിടക്കാൻ നോക്ക്. ശിവശങ്കര മേനോൻ ദേഷ്യത്തോട് അവിടെ നിന്നും നടന്നുപോയി. കമല പതുക്കെ അവിടെ നിന്നും മുങ്ങി. വൈജയന്തി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ പക എരിയുന്നുണ്ടായിരുന്നു. മാറി നിന്ന് ഇതെല്ലാം കേട്ട മനുവിന്റെ നെഞ്ചിരിപ്പ് കൂടി. അലീനയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്നോർത്തുകൊണ്ട് അവന് ഭയം തോന്നി. വൈജയന്തിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവന് നന്നായിട്ടറിയാം. ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലും അയാളുടെ കൂടെ ഞാൻ ഇനി ജീവിക്കില്ല. കടപ്പാട്ടൂരിലേക്ക് ഇനി ഞാൻ പോവില്ല. വൈജയന്തി പല്ലുറുമിക്കൊണ്ട് തന്നെ സ്വയം പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് മൂടുന്നുണ്ടായിരുന്നു. ഇതേ സമയം കൊല്ലത്തെ വീർപ്പ് മുട്ടിക്കുന്ന ചൂടിൽ നിന്നും രക്ഷപ്പെട്ട് ബാലചന്ദ്രൻ പുനലൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡിന് ഇരുവശങ്ങളിലായി മരങ്ങൾ പിന്നിലേക്ക് പായുന്നത് അയാൾ കണ്ടു. മനസ്സിൽ അലീനയുടെ മുഖം മാത്രമായിരുന്നു. ആ കുട്ടിക്ക് താൻ ആരാണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. സ്റ്റാൻലിയെ കണ്ടുപിടിച്ചേ തീരൂ. പുനലൂരിലെ ഒരു ചെറിയ കവലയിലാണ് ഔതക്കുട്ടിയച്ചായന്റെ വീട്. പഴയ രീതിയിൽ പണിത ഓട് മേഞ്ഞൊരു വീട്. വീട്ടുമുറ്റത്ത് കുറച്ച് കോഴികൾ കൊത്തിപ്പെറുക്കി നിൽക്കുന്നുണ്ട്. ബാലചന്ദ്ര മേനോൻ വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി. ഉമ്മറത്ത് ഈസുകസേരയിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. നരച്ച താടിയും കുഴിഞ്ഞ കണ്ണുകളൊക്കെയുള്ള ഒരാള്. ഔതക്കുട്ടിച്ചായനല്ലേ? ബാലചന്ദ്രൻ ചോദിച്ചു. വൃദ്ധൻ കണ്ണടയൊന്ന് താഴ്ത്തിക്കൊണ്ട് തന്നെ അയാളെ സൂക്ഷിച്ചു നോക്കി. അതേലോ, ആരെ അന്വേഷിക്കുന്നത്? ഞാൻ സ്റ്റാൻലിയെ അന്വേഷിച്ചു വന്നതാ, സ്റ്റാൻലി ജോസഫിനെ. അവൻ ഇവിടെയുണ്ടോ? ഔതക്കുട്ടിച്ചായന്റെ മുഖത്ത് ചെറിയൊരു വിഷമം നേടിച്ചു. സ്റ്റാൻലി ഇവിടെ ഇല്ല മോനെ, അവനിപ്പോ കുളത്തുപുഴയിലാണ്. അവിടെ ഒരു റബ്ബർ എസ്റ്റേറ്റ് നോക്കി നടത്തുക അവൻ. അത്യാവശ്യം വലിയൊരു എസ്റ്റേറ്റാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. ബാലചന്ദ്ര മേനോൻ ഒന്ന് നെടുവീർപ്പിട്ടു. യാത്ര ഇനിയും ബാക്കിയാണ്. കുളത്തുപുഴയിലെ ആ ഒരു വലിയ എസ്റ്റേറ്റിലേക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റാൻലി ഉണ്ടാവും. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവനിൽ നിന്നതിനെ അലീനയുടെ യഥാർത്ഥ ചരിത്രം അറിയാൻ കഴിയുള്ളൂ. ആരാണ് അവളുടെ യഥാർത്ഥ അച്ഛൻ? എന്താണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ഒരു വലിയ ചതിയെന്ന്? ശരി അച്ചായ, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം. ബാലചന്ദ്രൻ കാറിലേക്ക് കയറി നടന്നു. മുന്നിൽ നീണ്ടു നിൽക്കുന്ന റോഡിലേക്ക് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അയാള്. കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങി. സത്യങ്ങൾ തേടിയുള്ള ആ ഒരു യാത്ര അവസാനിച്ചിട്ടില്ല, അത് തുടങ്ങുന്നതേയുള്ളൂ. ഇരുളടഞ്ഞ ആ ഭൂതകാലത്തിന്റെ ചുരുളുകൾ അഴിയാൻ ഇനിയും സമയമെടുക്കും. മഴക്കാറുകൾ ആകാശത്ത് ഇരുണ്ടുകൂടിയിരുന്നു. വരാനിരിക്കുന്നത് വലിയൊരു പേമാരിയാണെന്ന് പ്രകൃതിയെ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ തോന്നി. കാറ്റൊക്കെ ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. അലീനയുടെയും ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ജീവിതത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ പോവുകയാണ്. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.